മഞ്ചേശ്വരത്ത് LDF വോട്ട് ചെയ്യുമെന്ന SDPI പ്രാദേശിക നേതൃത്വത്തിന് നിലപാട് തള്ളാതെ LDF സ്ഥാനാർത്ഥി KR ജയാനന്ദ. മണ്ഡലത്തിൽ ആരോടൊപ്പം നിൽക്കുമെന്ന് SDPI സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കണം. നിലപാട് വ്യക്തമാക്കിയാൽ വോട്ട് സ്വീകരിക്കുന്ന കാര്യത്തിൽ മറുപടി നൽകും. കന്നഡ മാധ്യമങ്ങളിലെ വാർത്തകൾ മഞ്ചേശ്വരത്ത് വർഗീയ ധ്രുവീകരണം നടത്താൻ മുസ്ലിം ലീഗും BJPയും ആയുധമാക്കുന്നുവെന്നും KR ജയാനന്ദ 24നോട്. കർണാടക എന്ന പത്രമാണ് ഇവിടെ ഹൈടെക് ആയിട്ട് അവർ പ്രവർത്തനം നടത്തുന്നത്. എന്താ കർണാടക പത്രത്തിൻ്റെ പ്രത്യേകത? അവർ ചെയ്യുന്നത് മുഴുവൻ കർണാടക രാഷ്ട്രീയമാണ്. ഈ കേരള രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശത്ത് കിടക്കുന്നില്ല. അതാണ് BJPക്കും ലീഗിക്ക് മുതൽക്കൂട്ട്. വർഗീയ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വോട്ട് പിടിക്കുന്നത്. ഇവിടെ SDPI മത്സരിക്കുന്നുണ്ട്, നോമിനേഷൻ കൊടുക്കുന്നുണ്ട്, പിൻവലിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ എന്ത് നടന്നിച്ചെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടി നമുക്കൊന്ന് പ്രതികരിക്കാനും കഴിയില്ല. അപ്പോൾ SDPIക്കാർ പറയട്ടെ, ഇന്ന കാരണം കൊണ്ട്, ഇന്ന ആൾക്കാരുടെ സമ്മർദ്ദം കൊണ്ട് ഞങ്ങൾ പിൻവലിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം. വോട്ട് സ്വാഭാവികമായി എല്ലാവരും ചോദിക്കാം. ഒരു നിലപാടാണ് ഇവിടെ പ്രശ്നം. ആ നിലപാട് സ്വീകരിക്കുന്നത് പറയുന്നത് സംസ്ഥാന കമ്മിറ്റിയാണ്. സംസ്ഥാന കമ്മിറ്റി അതിനെ സംബന്ധിച്ച് നിലപാട് പറയും. അപ്പോൾ പ്രതികരിക്കും. അരുൺ പാറക്കല വാർത്തകൾ നിർമ്മിച്ചത്. അരുൺ, LDF കൺവീനർ TP രാമകൃഷ്ണനോട് തന്നെ ചോദ്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറയുന്നത് എല്ലാവരെയും വോട്ട് വേണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, പൊതുവിൽ SDPI കുറി LDF അനുകൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും LDFന് അനുകൂലമായ രീതിയിൽ സ്ഥാനാർത്ഥിനെ നടത്തിയെന്നൊക്കെ വ്യാപകമായ ആരോപണം ഉയരുന്നത് കൊണ്ടുകൂടിയാണ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് SDPI വോട്ട് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച പാർട്ടിയുടെ നിലപാട് സംശയിക്കപ്പെടുന്നു ഇപ്പോൾ. അരുൺ, ഹഷ്മി, അത് തന്നെയാണ്. ഈ SDPI വോട്ട് വേണ്ടെന്ന് നേരത്തെ പറഞ്ഞതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ LDFന്റെ നിലപാട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മഞ്ചേശ്വരം അതൊരു പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമാണ്. മഞ്ചേശ്വരത്ത് ഈ SDPIക്ക് 8600 വോട്ടുകളുണ്ട്. ഈ 8600 വോട്ടുകൾ നേടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥിക്ക് മുന്നേറാമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം SDPI വോട്ട് പൂർണ്ണമായും തള്ളാതെ LDF സ്ഥാനാർത്ഥി KR ജയാനന്ദയും മുന്നോട്ട് വരുന്നത്. അത് SDPIയുടെ പ്രാദേശിക നേതൃത്വം മാത്രമല്ല നിലപാട് പറയേണ്ടത് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരൊരു നിലപാട് പറയട്ടെ, ആർക്കൊപ്പം നിൽക്കുമെന്ന നിലപാട് പറയട്ടെ. അതിനനുസരിച്ച് ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റിയും പ്രതികരിക്കാമെന്നാണ് ഇപ്പോൾ KR ജയാനന്ദ ചൂണ്ടിക്കാണിക്കുന്നത്. പൂർണ്ണമായും SDPIയെ തള്ളിക്കളയുന്നില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. UDFനോടുള്ള വിയോജിപ്പ് SDPI പ്രാദേശിക നേതൃത്വം ഇതിനോടകം തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും UDFനും അതുപോലെ തന്നെ AK മഷ്റഫ് മുൻ സിറ്റിംഗ് MLA AK മഷ്റഫിനും വോട്ട് ചെയ്യില്ലെന്നാണ് SDPI പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. അപ്പോൾ പിന്നെ ആർക്ക് വോട്ട് ചെയ്യുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. SDPI നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയെ UDFന്റെ സമ്മർദ്ദം മൂലം പിൻവലിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ആകെയുള്ള ഒരു ഓപ്ഷൻ LDF സ്ഥാനാർത്ഥി മാത്രമാണ്. LDFന് വോട്ട് ചെയ്യും, LDFനെ പിന്തുണയ്ക്കുമെന്നാണ് SDPI പ്രാദേശിക നേതൃത്വം പറഞ്ഞിരുന്നത്. അത് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല KR ജയാനന്ദ. സംസ്ഥാന നേതൃത്വം അതിനൊരു നിലപാട് പറയട്ടെ എന്നാണ് KR ജയാനന്ദ പറയുന്നത്. ഒപ്പം മലയാള മാധ്യമങ്ങളെയും കന്നഡ മാധ്യമങ്ങളെയും സ്ഥാനാർത്ഥി വിമർശിക്കുന്നുണ്ട്. മലയാള മാധ്യമങ്ങൾ മഞ്ചേശ്വരത്തേക്ക് ശ്രദ്ധിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് മഞ്ചേശ്വരത്തേക്ക് എത്തുന്നതെന്ന് KR ജയാനന്ദ ചൂണ്ടിക്കാണിക്കുന്നു. കന്നഡ മാധ്യമങ്ങൾ കർണാടകത്തിൽ നിന്ന് അച്ചടിക്കുന്ന പത്രങ്ങൾ ഉൾപ്പെടെ വർഗീയ പ്രചരണമാണ് നടത്തുന്നത്. കർണാടക രാഷ്ട്രീയമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അതാണ് ഈ മഞ്ചേശ്വരത്തെ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് കൂടി KR ജയാനന്ദ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ ചർച്ചയായി മഞ്ചേശ്വരം മാറിക്കഴിഞ്ഞു. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, അരുൺ പാറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.